ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൗണ്ട് മേഖലയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മേഖലയാണ്. അതേപോലെ തന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ കുറേ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ സൗണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ്, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പണി തന്നെയാണ്. നമ്മൾ എപ്പോഴും നല്ല എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുക. ലോക്കൽ ഉപയോഗിക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു നല്ലൊരു ഫ്യൂഷനോ അങ്ങനത്തെ ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളൊരു നല്ല എക്യുപ്മെൻറ്റ്സ് വേണം നമുക്ക്. എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ മുന്നൊക്കെ ഉപയോഗിച്ചിരുന്ന അനലോഗ് മിക്സറുകളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ അതൊക്കെ മാറി ഇപ്പോൾ ഡിജിറ്റലിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ മിക്സറിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അനലോഗ് മിക്സർ എടുക്കുകയാണെങ്കിൽ നമുക്കതിന് ഡിലേ വേണം, എഫക്റ്റ് വേണം, അങ്ങനെ കുറേ ഇതുണ്ട്, ഈക്വലൈസർ വേണം, ഇതൊക്കെ നമ്മൾ വേണം. പക്ഷേ ഡിജിറ്റൽ മിക്സർ എന്താ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇൻബിൽറ്റ് ആയിട്ട് അതിൽ തന്നെ വരുന്നുണ്ട്. സിമ്പിളായിട്ട് അത് കാണുമ്പോൾ കുറച്ച് നമ്മളെന്താ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടിയാണ് ഡിജിറ്റൽ മിക്സർ. ഞാൻ പറഞ്ഞു വരുന്നത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE സീരീസിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കേസുള്ളൂ. നമുക്ക് UAE 12, 16, 24. അപ്പോൾ ഇതൊന്നും വലിയ വില വരില്ല. സൗണ്ട് ക്രാഫ്റ്റിൻ്റെ വെച്ച് നോക്കുമ്പോൾ വലിയ വില വരുന്നില്ല ഡിജിറ്റൽ മിക്സറിൽ. ബാക്കി ഇപ്പോൾ ഏകദേശം ഒരു UAE 16 38 രൂപയ്ക്കാണ് ഞാൻ എടുത്തത്. ഫ്ലൈങ് കേസ് അടച്ചു വരുമ്പോൾ ഫ്ലൈറ്റ് കേസിന് ഒരു 5000 രൂപ. അപ്പോൾ 38, 40, 43 രൂപയാണെങ്കിൽ നമുക്ക് UAE 16 ചിലവ് വന്നിട്ടുള്ളത്. 24 ആണെങ്കിൽ 65,000 രൂപയാണ്. ഞാൻ എടുക്കാൻ പോയപ്പോൾ അന്ന് റേറ്റ് ചോദിച്ചപ്പോൾ 65,000 രൂപയാണ് UAE 24 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെറുകിട പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 16 എടുക്കുക, അത് മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ അതൊക്കെ മതി. പിന്നെ വലിയ നാടൻ പാട്ട് അങ്ങനത്തെ പ്രോഗ്രാം അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് 24 ചാനലിൻ്റെ മിക്സറിൻ്റെ ആവശ്യം വരിക. അപ്പോൾ അതിപ്പോൾ എന്തായാലും നമ്മൾ എടുക്കും, ഓരോ ഘട്ടം കണ്ടിട്ട് എടുക്കും. ഒറ്റയടിക്ക് പോയിട്ട് നമ്മൾ 43,000 രൂപയൊക്കെ ചിലവാക്കി എടുക്കുമ്പോൾ കയ്യിൽ ഫണ്ടും കൂടി നോക്കിയിട്ട് വേണ്ടല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് ആണ് നമ്മൾ മിക്സർ ചൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്കിന് ഇപ്പോൾ ഒരു 10,000 വാട്ട് സൗണ്ട് 12,000 രൂപയാണ് നോർമൽ റേറ്റ്. ഇപ്പോൾ നമ്മളതിൽ UAE 24 വയ്ക്കും, ഓക്കെ, അത് മതി. പക്ഷേ ചില സമയത്ത് നമുക്ക് 5 ലക്ഷം രൂപയുടെ മിക്സർ ഉണ്ട്, ചിലപ്പോൾ അത് നമ്മൾ അതിന് വെക്കേണ്ടി വരും. അത് നമ്മുടെ ഓരോ സാഹചര്യം അനുസരിച്ച് മാറ്റേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ മിക്സർ വെച്ചിട്ട് അതിന് നമുക്ക് സെപ്പറേറ്റ് കാശ് വാങ്ങാനായിട്ട് പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടില്ല, അവർക്ക് സൗണ്ട് മതി. ഒരു പാർട്ടി ഏൽപ്പിക്കാൻ വരുമ്പോൾ അവർക്ക് സൗണ്ട് മതി. അത് നിങ്ങൾ ഏത് മിക്സർ വയ്ക്കണമെന്നോ അവർ അറിയണ്ടാവില്ല. അവർക്ക് ഇത്ര സാധനങ്ങൾ കുത്തണം അത്രയോ പറഞ്ഞിട്ടുള്ളൂ. അവർ ഡിജിറ്റൽ മിക്സർ വയ്ക്കണമെന്നോ ഇതൊന്നും അവർ പറയില്ല. പ്രൊഫഷണൽ രീതിയിൽ മാറുമ്പോൾ നമ്മൾ അങ്ങനെ പറയും. പക്ഷേ നോർമൽ ഒരു വിധ നമ്മളിപ്പോൾ ലോക്കൽസിലാണല്ലോ കൂടുതൽ വർക്ക് വരിക. ലോക്കൽസിലെ ആൾക്കാരുടെ പ്രോഗ്രാം പറയുമ്പോൾ നിങ്ങൾ അത് വയ്ക്കണ്ട, അവർക്ക് എപ്പോഴും കാശ് കുറയണ ഇത് മതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മിക്സർ വെച്ചിട്ട് ഉപയോഗിക്കാം. ഡിജിറ്റൽ ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ മിക്സർ വെച്ചിട്ട് നമുക്കൊരു നാടൻ പാട്ട് ചെയ്യാൻ എളുപ്പമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ മേഖലയിൽ. ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ മിക്സറൊക്കെയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. നാടൻ പാട്ടിനായാലും ഇതിനായാലും. നമുക്കിപ്പോൾ 20,000 വാട്ട് സൗണ്ട് കിട്ടും, 20,000 രൂപ അത്ര തന്നെ ഇടണമല്ലോ. അതും ചവിട്ടിയിട്ട് എടുക്കാൻ ഇപ്പോൾ ആൾക്കാർ ഈ മേഖലയിലുണ്ട്. ഇപ്പോൾ ഈ മേഖല എന്നല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കിടക്കുക. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൈകാര്യമായിട്ട് ഡിജിറ്റൽ മിക്സർ ഉപയോഗിക്കാൻ പറ്റുന്നത് UAE സീരീസിലുള്ള സൗണ്ട് ക്രാഫ്റ്റിൻ്റെ UAE 16, 12, 24 ഒക്കെയാണ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ വീഡിയോസ് ചെയ്യാം. UAE 16 എൻ്റെ ഇരിക്കുന്ന UAE 16 അതിൻ്റെ വീഡിയോസ് ചെയ്യാം. പക്ഷേ ആൾക്കാർ കുറേ വീഡിയോസ് ഉണ്ട്, മലയാളത്തിലൊക്കെ ഉണ്ട്, പഠിക്കാവുന്ന കേസ് തന്നെയുള്ളൂ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലാസ്സിന് പോയിട്ട് കുറേ കാശിന് ചിലവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ UAE 16 എടുക്കുക, സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കുക. അല്ലാണ്ട് വേറെ ആളുടെ മിക്സറിൽ പോയിട്ട് പഠിക്കാൻ നിൽക്കുന്നത് എന്ന് വെച്ചാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ഒരു ഇതായി. അപ്പോൾ പിന്നെ നമുക്കൊരു പേടി ഉണ്ടാവും, നമ്മൾ ചെയ്ത് അത് പ്രശ്നമാവും, ഇത് പ്രശ്നമാവും. അങ്ങനെ ഒന്നും പേടിക്കണ്ട, സ്വന്തമായിട്ട് വാങ്ങിയിട്ട് നമ്മൾ പഠിക്കുക. സിമ്പിളാണ്. ഓക്സിലേക്ക് സെൻഡ് ചെയ്യാനും ഡിയിൽ സെൻഡ് ചെയ്യാനും ഇതൊക്കെ നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വൈഫൈ ഉപയോഗം. ഇപ്പോൾ ഞാനൊക്കെ ഒരു വണ്ടിയിൽ കിട്ടുന്ന സൗണ്ട് വന്നു കഴിഞ്ഞാൽ UAE 16 ഉപയോഗിക്കണമെങ്കിൽ ഞാൻ മൊബൈൽ അല്ലെങ്കിൽ ടാബ് ഉപയോഗിക്കുള്ളൂ. അതിന് വേണ്ടി ലാപ്ടോപ്പ് തുറന്ന് വയ്ക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ അതിലിപ്പോൾ കട്ടാവുന്ന കേസിൽ പാട്ട് വയ്ക്കുന്ന പരിപാടി തന്നെയല്ലേ ഉള്ളൂ. ഇപ്പോൾ കട്ടാവുന്ന കേസൊക്കെ വലിയ പ്രോഗ്രാം ചെയ്യുമ്പോഴും അങ്ങനത്തെ കേസൊക്കെ ഇപ്പോൾ ഒരു വെഡിങ് ഫംഗ്ഷന് പോകുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വെക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തും ഒരു ഫ്യൂഷൻ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുക ടേബിളായിരിക്കും എപ്പോഴും. പക്ഷേ നമ്മൾ വെക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ ചെയ്യുമ്പോൾ അവരെ ഗോഡക്സ് ഫ്ലാഷ്, ഈ ഫ്ലാഷിൻ്റെ ചിലപ്പോൾ അങ്ങനെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക എന്തെങ്കിലും പ്രശ്നം വന്നാൽ കട്ടാവുന്ന ചാൻസ് ഉണ്ട്. അതുപോലെ കോഡ്ലെസ് മൈക്കുകൾ. അപ്പോൾ കോഡ്ലെസ് മൈക്കിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു ടോണായിട്ടുള്ള ഒരു മൈക്ക് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് നോർമൽ ഒരു സൗണ്ടിൻ്റെ കിറ്റ് എന്ന് വെച്ചാൽ ഒരു ഫ്യൂഷൻ ചെയ്യാനായിട്ട് നോർമൽ 5,000 രൂപ വാങ്ങണ ചാർജിന് വാങ്ങണ എക്യുപ്മെൻറ്റ്സിന് വേണ്ടിയും 1000 വാട്ടിൻ്റെ 2 സബും 2 ടോപ്പും ഒരു ഡൈനാടെക് മോണിറ്ററാണ് നമ്മൾ 5,000 രൂപയ്ക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്യൂഷൻ പ്രോഗ്രാം. അത് വയലിൻ, കീബോർഡ്, ഫ്യൂഷൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കീബോർഡിന് എണ്ണം മോണിറ്ററിന് എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് കാശും കൂടും. അതേപോലെ തന്നെ ചില സമയത്ത് നമ്മൾ 1000 വാട്ട് അല്ലാട്ടടാ. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് പ്രോഗ്രാം വരും. ഈ പ്രോഗ്രാം പാർട്ടിയുടെ 5,000 രൂപയാണ് ബഡ്ജറ്റ് ഉള്ളത്. പക്ഷേ അവരുടെ ഓഡിറ്റോറിയം ചിലപ്പോൾ വലുതായിരിക്കും.
അവിടുത്തെ വലിയ ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ 1000 വാട്ടിൻ്റെ 2 സബ് 2000 വാട്ട് സബ് ഇട്ട് ഒന്നാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിപ്പ് അടിച്ച് നല്ല ലെവലിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കർ അടിച്ച് പോകാം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കണ നമ്മളൊരു സാധനം സൗണ്ട് ഉണ്ടല്ലോ, ഇപ്പോൾ സൗണ്ടുകാരൻ്റെ കയ്യിൽ എന്തെങ്കിലും 2, 3, 4 സബ്ബൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ വലിയൊരു ഓഡിറ്റോറിയം ആണെങ്കിൽ 2000 വാട്ടിന് സബ് ഇടും, ഒരെണ്ണം 2000 വാട്ട്, അപ്പോൾ 4000 വാട്ട് സബ് ഇടും. നമ്മൾ പറയണതൊക്കെ ഇപ്പോൾ പുതിയ വരുന്ന ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ RMS വാട്ടാണ്, പീക്ക് വാട്ടല്ല. RMS വാട്ടാണ് നമ്മൾ 2000 വാട്ട് ഒരു ചാനൽ പറയണത്, ഒരു സബിന് പറയണത്. ഈ 2000 വാട്ട് 2000 വാട്ട് തുറക്കാൻ പറ്റില്ല. അപ്പോൾ അത് വേറെ കേസ്. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ RMS വാട്ടാണ് നമ്മൾ 4000 വാട്ട് സബ് ഇടും. ടോപ്പ് അനുസരിച്ച് നമ്മൾ ഇടും. ടോപ്പ് പിന്നെ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ DJ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ നമ്മൾ 4 ടോപ്പ് ഇടും, വലിയ ഓഡിറ്റോറിയം ആണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ചെറിയ രണ്ട് നോർമൽ ടോപ്പിന് ഇടും. നമ്മൾ സബിൻ്റെ ലെവലാണ് എപ്പോഴും കയറ്റിയിടേണ്ടത്. അപ്പോൾ സബിൻ്റെ ലെവൽ കയറ്റിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. നല്ല സബ്ബ് കിട്ടും 2000. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എയറോൺസിൻ്റെ 2000 വാട്ടിൻ്റെ സബ്ബുകളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എല്ലാപ്സിൻ്റെ X7 എന്ന് പറഞ്ഞ ആമ്പാണ്. അത് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആമ്പിൻ്റെ കുറിച്ച്, അതൊന്ന് പോയി കാണാം. ആമ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആണ്, X7നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ 5000 രൂപയ്ക്ക് വേണം ഈ റേറ്റിനായിരിക്കും നമ്മളവിടെ ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ സബ്ബും കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആവാണ്ട് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പാട്ട് പൊട്ടിയിടും. എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഒരു പേര് പോകാൻ പാടില്ലല്ലോ. ഞാൻ ഒരു സൗണ്ട് ചെയ്തു, അവിടെ സൗണ്ട് ഇല്ല എന്ന് പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും പാട്ട് നമ്മൾ കയറ്റിയിടും. ഇപ്പോൾ ഏതൊരു സൗണ്ടുകാരനായാലും ഒരിക്കലും സൗണ്ട് കുറച്ചിടാൻ നോക്കില്ല, കൂട്ടിയിടാൻ നോക്കില്ല. എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഒരു പാർട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞായിരിക്കും. ഇപ്പോൾ എന്തൊരു അമ്പലത്തിൻ്റെ ഒരു പള്ളിയുടെ പരിപാടി ഏൽപ്പിച്ചു. അപ്പോൾ അവർ കമ്മിറ്റിക്കാർ വന്നിട്ട് പറയും അവരിൽ ഇത്ര ബഡ്ജറ്റുള്ള ഇത്ര കാശിനുള്ള സൗണ്ടുമായി എന്ന് പറയും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പരിപാടി നടക്കുന്ന സമയത്ത് 100 ആൾക്കാർ നമ്മളെ ഈ പരിപാടി കാണാനുണ്ടാവും. അപ്പോൾ അവരെന്ത് പറയും, സൗണ്ട് പോരാ കയറ്റി എന്ന് പറയും. നമുക്ക് കയറ്റുന്നതിനൊക്കെ ഒരു ലെവലില്ലേ. നമ്മളൊരു ബോക്സ് ഒരു 1000 വാട്ട് ബോക്സ് വെച്ചു, അത് ലെവൽ തുറക്കണമെങ്കിൽ 1000 വാട്ട് ഫുള്ള് തുറക്കാൻ പറ്റുമോ? നമുക്ക് ഹൗളിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പോൾ പിന്നെ നമ്മൾ സ്പീക്കർ അടിച്ച് പോയില്ലേ. അപ്പോൾ അതിനുള്ള വാട്ട് കയറ്റി ഇടണം നമ്മൾ. പക്ഷേ കേൾക്കുന്ന ആൾക്കാർക്ക് അറിയില്ല, അവർ എത്ര ബഡ്ജറ്റ് തരുന്ന നമ്മളനുസരിച്ച് ഇടും. ചിലപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞിട്ട് നമ്മൾ സാധനം കൂടുതൽ ഇട്ടുണ്ടാവും അവിടെ. പക്ഷേ എന്നാലും പാർട്ടിക്ക് അറിയില്ല, അവർ കൂട്ടുന്നതിനെ പറയുള്ളൂ, അവർക്കൊക്കെ ഒരു ലെവൽ അറിയില്ല. അപ്പോൾ അത് ഈ മേഖലയിൽ കുറച്ച് ടെക്നിക്കലായിട്ട് അറിയുന്ന ആൾക്കാർക്കൊക്കെയാണ് ഇത് അറിയുള്ളൂ. പക്ഷെ എന്നാലും ഒരുവിധം നോർമൽ പീപ്പിൾ അങ്ങനെയാണ്. കുറച്ച് കാശ് തന്നിട്ട് കൂടുതൽ സൗണ്ട് ചോദിക്കുന്ന ആൾക്കാരാണ് ഇന്ന് നമ്മുടെ അവിടെ നാട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ സൗണ്ടിൻ്റെ കേസിൽ വരുന്നത്. പിന്നെ വേറെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡൈനാടാക്ക് ടോപ്പായിട്ട് ഇടും നമ്മളിപ്പോൾ. ഇപ്പോൾ ഡൈനാടാക്ക് ഒരു ഡബിൾ സബ് ഇട്ടിട്ട് ഒരു വലിയ ഹോളിൽ ഡബിൾ സബ് ഇട്ട് 2 ടോപ്പ് ഡൈനാടാക്ക് ഇട്ടുകഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല ലെവലുണ്ട്, അത്യാവശ്യം ലെവലൊക്കെ ഉണ്ടാവും. അത് സംബന്ധിച്ച് ഡൈനാടാക്ക് 4 ടോപ്പാക്കി ഇട്ടിട്ട് നമ്മൾ 2 സബ് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് അടിച്ച് പോകുന്നതിന് ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാടാക്കിൻ്റെ ഹൈ ലെവൽ വളരെ കൂടുതലാണ്. ഈ ലെവൽ കൂടുതൽ നിൽക്കുമ്പോൾ നമുക്ക് ബേസ് കുറവായിട്ട് തോന്നും. ഇപ്പോൾ ബേസ് കുറവായിട്ട് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ കയറ്റിയിട്ട് സൗണ്ട് കയറ്റും. അപ്പോൾ നമ്മൾ ക്ലിപ്പിങ്ങും നോക്കില്ല, ഒന്നും നോക്കില്ല, ചിലപ്പോൾ അടിച്ചു പോകും. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകാനുള്ള തരുള്ളൂ. അപ്പോൾ നമ്മളും എപ്പോഴും പാർട്ടിയോട് പറയണം, സ്ഥലം കണ്ടിട്ട് പറയണം ഇവിടെ ഇത്ര പാട്ട് ഇടണം. അപ്പോൾ അല്ലെങ്കിൽ അനുസരിച്ചിടുള്ളൂ, അതിൻ്റെ ലെവൽ കിട്ടുള്ളൂ എന്ന് കാര്യം കറക്റ്റായിട്ട് പറയാം. അല്ലാണ്ട് ഡൈനാടാക്ക് നമ്മളായിട്ട് 4 ഡൈനാടാക്ക് കൊണ്ടുവന്നിട്ടിട്ട് അവിടെ നമ്മൾ ചെറിയ 2 സബ്, ഇപ്പോൾ 2000-ൻ്റെ സബ് തന്നെ കൊണ്ടുവന്നിട്ട് 4000-ൻ്റെ സബ് ഇട്ടിട്ട് കാര്യമില്ല. ഏരിയ അനുസരിച്ച് നോക്കിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഹൈ ആയിരിക്കും കൂടുതലുണ്ടാവുള്ളൂ, ബേസ് ലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ കയറ്റുമ്പോൾ നമ്മുടെ സാധനങ്ങളാണ് അടിച്ച് പോകാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഡൈനാടാക്ക് 4 ടോപ്പ് ഇടണമെങ്കിൽ അതിനനുസരിച്ച് സബ് 4 ഇടുക, അല്ലെങ്കിൽ പോവും അല്ലെങ്കിൽ അടിച്ച് പോകണം. നമ്മുടെ കയ്യിൽ നിന്നാണ് കാശ് പോവുക. അപ്പോൾ ഏകദേശം ഒരു വൈൻഡിങ്ങിൻ്റെ കാശൊക്കെ അറിഞ്ഞൂടെ. അപ്പോൾ നല്ല റേറ്റ് വരും. സൗണ്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സ്പീക്കർ പോയി എത്രയാണ് കാശ് വരുന്നതെന്ന് അറിയാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ സ്ഥലത്തിനനുസരിച്ച് വേണം നമ്മൾ സൗണ്ട് ചൂസ് ചെയ്യാനും എത്ര പാട്ട് ഇടണമെന്നും കാര്യങ്ങളും അറിയാം. നമ്മൾ കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നത് കല്യാണ ഫംഗ്ഷനെങ്കിൽ ഫ്യൂഷൻ, വയലിൻ, കീബോർഡ്, അങ്ങനെ ഗിറ്റാർ, ചെണ്ട, അങ്ങനത്തെ പ്രോഗ്രാമൊക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ എക്യുപ്മെൻറ്റ്സാണ്. നമ്മുടെ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു 2-3 കിറ്റ് ഉണ്ട്. സൗണ്ടിന് സബും ടോപ്പും ഇങ്ങനെ കിറ്റ് പോകാനായിട്ട് നമ്മൾ 2-3 കിറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ നമ്മളതിൽ എപ്പോഴും ആംപ്ലിഫയറൊക്കെ സ്പെയർ വേണം. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ സാധനം പെട്ടെന്ന് ഓടി കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ലോങ്ങൊക്കെ വർക്ക് പോയി എന്താ ചെയ്യുക. ഇപ്പോൾ ഇന്നാൾ എനിക്കൊരു ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വെഡിങ് ഫംഗ്ഷന് പോയി. അത് പിന്നെ തലേദിവസത്തെ പരിപാടിയായിരുന്നു. തലേദിവസത്തെ പരിപാടിക്ക് നമ്മൾ അന്ന് ഡിജിറ്റൽ എന്നല്ല, നമ്മൾ സാധാ പാട്ട് വയ്ക്കുന്ന അങ്ങനത്തെ പരിപാടി. അതിന് നമ്മൾ എയറോൺസിൻ്റെ മിക്സർ കൊണ്ടുപോയി. എയറോൺസിൻ്റെ മിക്സർ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ UA ഉപയോഗിക്കണം. അപ്പോൾ എയറോൺസിൻ്റെ മിക്സർ ഒരു മാസത്തോളം അവിടെ ഇരുന്നു. അപ്പോൾ ഈ സാധനം എന്താ വെച്ചാൽ പരിപാടി ചെന്ന് നമ്മൾ കൊണ്ടുവച്ച്, പുതിയ പീസാട്ടാ സാധനം കൊണ്ടുവച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈറ്റുകൾ മിന്നി കളിക്കുക, ചാനൽ ഔട്ടില്ല. അപ്പോൾ അപ്പോഴേക്ക് നമ്മൾ പ്രശ്നം മീൻസ് പരിപാടി തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പോഴേക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞു നമ്മുടെ കൊണ്ടുവന്ന സാധനം വേറെ മിക്സർ എടുത്ത് കൊണ്ടുവന്നു. പക്ഷേ എല്ലാ സാഹചര്യത്തിനും പറ്റില്ല. അതിപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു 6-7 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്താണെങ്കിൽ ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലോങ് പോയി എന്ത് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക. പിന്നെ പരമാവധി ഫ്യൂഷൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ പരമാവധി ജനറേറ്ററിൽ വർക്ക് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് പവർ ആമ്പും കാര്യങ്ങളൊക്കെയാണ്.
നല്ല പാട്ടുള്ള സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ നമ്മൾ കറണ്ടിൽ കൊടുത്ത് കാശ് ലാഭത്തിന് പാർട്ടി അനുസരിച്ച് കാശ് ലാഭത്തിന് കുത്തി കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾക്കാണ് കംപ്ലൈൻറ്റ് ഉണ്ടാവുക. നമ്മളൊരു 5000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധനം കറണ്ടിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയറിനും ആണ് കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പരമാവധി ജനറേറ്റേഴ്സ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു DJ ഫ്യൂഷൻ പ്രോഗ്രാം എന്തായാലും നമ്മൾ ജനറേറ്റർ ഉപയോഗിക്കുക. കറണ്ടിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4000 ആംപിയർ അല്ലെങ്കിൽ 1000 ആംപിയർ വോൾട്ടേജ് ചെക്ക് ചെയ്യുക. വോൾട്ടേജ് ചെക്ക് ചെയ്യുക, ലോ വോൾട്ടേജിലാണെങ്കിൽ എൻ്റെ ബേസ് ഉണ്ടാവില്ല. ആ സാധനം 230 മേലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ എൻ്റെ പവർ നോക്കി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സൗണ്ട് മേഖലകളിൽ അറിയാം. അപ്പോൾ ഇത് പാർട്ടികൾ കാണുന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് കേൾക്കാം. എന്ന് വെച്ചാൽ ഏതൊരു ഫ്യൂഷൻ പ്രോഗ്രാമിലും ജനറേറ്റർ വയ്ക്കുക. അത് വെച്ചിട്ട് വേണം നമ്മൾ സൗണ്ട് വർക്ക് ചെയ്യുക. ലൈറ്റുകൾ കൊടുക്കണ പോലെയല്ല നമ്മൾ സൗണ്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെവലിൽ വരണമെന്നാണ്. അതുപോലെ ഇരിക്കും. നമ്മൾ പാട്ട് കൂടി ആകുമ്പോൾ ഉപയോഗിക്കുമ്പോൾ വോൾട്ടേജ് ഇരിക്കും. രാത്രി സമയത്താണ് കൂടുതൽ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ നമുക്ക് വരാം. ഫ്യൂഷൻ പ്രോഗ്രാമും വെഡ്ഡിങ് നൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ ഓൾറെഡി എല്ലാ ലൈറ്റുകളും ഓണായിരിക്കും അവിടെ. അപ്പോൾ നമ്മൾ കറണ്ടിൽ കൊടുക്കാണ്ട് പരമാവധി ജനറേറ്ററിൽ ഉപയോഗിക്കുക. നോർമൽ 2 ടോപ്പാക്കിയൊക്കെ ആണെങ്കിൽ നമുക്ക് കറണ്ടിൽ ഉപയോഗിക്കാം. അതൊന്നും വിഷയമില്ല. നമ്മൾ സബ് ഇടണ വർക്കിനും പവർ ആമ്പ് ഉപയോഗിക്കുന്ന പരിപാടിക്കൊക്കെ നമ്മളെപ്പോഴും നല്ല ഒരു ഇത് ഉപയോഗിക്കുക. നല്ല ജനറേറ്റർ വെച്ചിട്ടുള്ള പരിപാടി ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആംപ്ലിഫയർ അതിന് ലൈഫ് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും സൗണ്ടിനെ കുറിച്ചിട്ട്.